നിങ്ങൾക്കറിയാമോ, മറ്റുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഘനീഭവിക്കുമ്പോൾ വെള്ളം വികസിക്കുന്നുവെന്ന്? സാധാരണ എന്തെങ്കിലും തണുപ്പിക്കുമ്പോൾ അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. താപനില കൂടുന്നതിനനുസരിച്ച് തന്മാത്രകളുടെ അറ്റോമിക് വൈബ്രേഷൻ കൂടുന്നു. കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് താപനില കൂടുന്നതിനനുസരിച്ച് ഓരോ പദാർത്ഥങ്ങളും വികസിക്കുന്നത്. പക്ഷേ വെള്ളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. വെള്ളം തണുപ്പിക്കുമ്പോൾ വൈബ്രേഷൻസ് കുറയുന്നുണ്ടെങ്കിലും അത് ഐസായിട്ട് മാറുമ്പോൾ വോളിയം കൂടുന്നു. അതിന് കാരണം വെള്ളത്തിൻ്റെ സ്ട്രെയിൻസ് ഷേപ്പാണ്. വെള്ളം എന്ന് വെച്ചാൽ H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് ഒരു വാട്ടർ മോളിക്യൂളിലുള്ളത്. ഇതിൻ്റെ ഷേപ്പ് ഒരു മിക്കി മൗസിനെ പോലെയാണ്. മിക്കി മൗസിൻ്റെ മൂക്കിൻ്റെ അടുത്ത് ഓക്സിജനും മിക്കി മൗസിൻ്റെ 2 ചെവികൾ പോലെയാണ് ഹൈഡ്രജനും ഇരിക്കുന്നത്. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ വരുമ്പം തന്നെ അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചറിൽ ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളം തണുപ്പിക്കുമ്പോൾ അതിൻ്റെ വോളിയം കൂടുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, തണുത്ത വെള്ളത്തിനേക്കാളും വേഗത്തിൽ ഫ്രീസ് ആവുന്നത് ചൂടുവെള്ളമാണ്.